ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ അമ്മു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് രുചികരമായ ഒരു നാടൻ റെസിപ്പിയാണ് കേട്ടോ. എന്താണെന്നല്ലേ, പൈനാപ്പിൾ പച്ചടിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഓണമല്ല, ഓണത്തിൻ്റെ സീസണൊക്കെ വരുന്നതേ ഉള്ളൂ. എങ്കിലും ബർത്ത്ഡേ പാർട്ടിക്കോ അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന രുചികരമായൊരു പച്ചടിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എരിവും പുളിയും മധുരമൊക്കെ ഒരുപോലെ വരുന്നതാണ് ഈ പച്ചടി. അതുപോലെ ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇത് താളിക്കുന്നതിൻ്റെ രീതിക്കും ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതിന് ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ പൈനാപ്പിൾ പച്ചടി ചെയ്യാനുള്ള സാധനങ്ങളാണ്. ഞാനിപ്പോൾ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. എടുക്കുമ്പോൾ നല്ല പഴുത്തത് വേണം, നല്ല മധുരമുള്ളത് വേണം, അങ്ങനെ വേണം എടുക്കാനായിട്ട്. നമ്മൾ വിചാരിക്കുന്ന ഒരു രുചി ഇതിനൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ കറക്റ്റ് അളവെല്ലാം കറക്റ്റ് ആയിരിക്കണം. അതുപോലെ എടുക്കുന്ന സാധന ഇൻഗ്രീഡിയൻസും നല്ലതായിരിക്കണം. അങ്ങനെയാണെങ്കിലൊക്കെയാണ് കറികൾക്ക് പ്രത്യേകിച്ച് രുചികളൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ പൈനാപ്പിൾ എടുത്തിരിക്കുന്നത് ഒരു വലിയ പൈനാപ്പിളിൻ്റെ ഹാഫാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇത് അളവനുസരിച്ചിട്ട് നോക്കുക. ഞാനിപ്പോൾ ഒരു പൈനാപ്പിളിൻ്റെ പകുതിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നല്ല പഴുത്ത പൈനാപ്പിളാണ്. പിന്നെ തൈര് വേണം, 1 കപ്പ് തൈര്. തേങ്ങയുടെ കാര്യം പറയണത് നല്ല മൂത്ത തേങ്ങ വേണം നമുക്ക് എടുക്കാനായിട്ട്. അതുപോലെ 1 കപ്പിൽ കൂടാൻ പാടില്ല. തേങ്ങ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമാകും. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂണ് ജീരകം വേണം, 1 സ്പൂണ് കടുക് വേണം, പിന്നെ 3-4 പച്ചമുളക്, എരിവനുസരിച്ചിട്ട് കേട്ടോ. ഞാനിപ്പോൾ പച്ചമുളക് എൻ്റെ കയ്യിലിരിക്കുന്നത് അധികം എരിവില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ 4 പച്ചമുളക് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ ചെറിയ ഉള്ളിയിലാണ് നമ്മളിത് ഒരു മിക്സ് തയ്യാറാക്കുന്നത്. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെറിയ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി വേണം. പിന്നെ കടുക് താളിക്കാനുള്ള. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, താളിക്കുമ്പോൾ ഇതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളിത് ഉണക്ക മുന്തിരിയിലാണ് താളിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ഉണക്ക മുന്തിരി കൂടെ വേണം. അപ്പോൾ കറിവേപ്പില വേണം, പിന്നെ വറ്റൽമുളക്, താളിക്കാനുള്ള സാധനങ്ങൾ. വെളിച്ചെണ്ണയിലാണ് ഇത് താളിക്കുന്നത്, അപ്പോൾ വെളിച്ചെണ്ണ വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ രുചികരമായിട്ടുള്ള പൈനാപ്പിൾ പച്ചടിക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. ഇപ്പോൾ നമുക്ക് പൈനാപ്പിൾ ആദ്യം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലേക്ക്, ഒരു പാത്രത്തിലേക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് പച്ചമുളകും മഞ്ഞയും ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിക്കണം. അപ്പോൾ ഞാനിപ്പോൾ പൈനാപ്പിൾ ഇട്ടു. പച്ചമുളകാണെന്നുണ്ടെങ്കിൽ ഒന്ന് നെടുവെ കീറിയാണ് ഇടേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് നെടുവെ കീറിയിട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ തേങ്ങ അരയ്ക്കുന്നത് വേറെ ഈ പൈനാപ്പിൾ വെന്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ മസാലയ്ക്കുള്ള മിക്സ് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 4 പച്ചമുളക് ഇതുപോലെ നെടുകെ അതൊന്ന് കീറിയത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് മഞ്ഞയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മതിയാകും. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ്. ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിന് ഇത് വേഗം അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാമല്ലോ. ഇനി ഇതും കൂടി ചേർത്തിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഒരല്പം നമ്മുടെ ഈ പൈനാപ്പിളൊന്ന് മുങ്ങി നിൽക്കത്തക്ക രീതിയിലുള്ള വെള്ളം മതിയാകും. ഒരുപാട് കൂടി പോകരുത്. ഒന്ന് വെന്ത് നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതും കൂടെ ഇട്ടിട്ട് ഒന്നെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം, കുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് തേങ്ങ അരച്ചെടുക്കാനായിട്ട് നോക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന 1 കപ്പ് കോക്കനട്ടാണ്. അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, നല്ല മൂത്ത തേങ്ങ വേണം എടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് ജീരകം, ഒരു ചെറിയ സ്പൂണ് ജീരകം ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് ജീരകം, 1 സ്പൂണ് കടുക്, 1 സ്പൂണ് കടുക്. ഇനി ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളിയാണ് ഞാനിടുന്നത്. വെളുത്തുള്ളിയൊന്നും ഒരുപാട് കൂടണ്ട കേട്ടോ. നമ്മൾ എടുക്കുന്ന അളവനുസരിച്ചിട്ട് വേണം, തേങ്ങയുടെ അളവനുസരിച്ചിട്ട് വേണം ബാക്കി എല്ലാം കറക്റ്റായിട്ട് വേണം എടുക്കാനായിട്ട്. പിന്നെ നിങ്ങൾ ചെറിയ ഉള്ളിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 3-4 ചുവന്ന ഉള്ളി വേണം ഇടാനായിട്ട്. ഞാനിപ്പോൾ ഒരു ചെറിയ സവാളയായ അതിങ്ങനെ ഒരു 3-4 കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞിടുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചുവന്ന ഉള്ളി എനിക്ക് കൂടെ കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ടാണ്, നാട്ടിലാണെന്നുണ്ടെങ്കിൽ ചുവന്നുള്ളി എടുക്കാം. പക്ഷേ ടേസ്റ്റിന് ഒരു കോംപ്രമൈസ് പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതുപോലെ ചെറിയൊരു സവാള എടുത്തത്. ഒരല്പം വെള്ളവും ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം.
ഇതിപ്പോൾ നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ, പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. പിന്നെ ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ നന്നായിട്ട് വേകണം കേട്ടോ. നന്നായിട്ട് വെന്ത് അത് നന്നായിട്ട് ഉടച്ചതിന് ശേഷം വേണം നമ്മൾ അരപ്പ് ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉടച്ചെങ്കിൽ മാത്രമേ ഈ പൈനാപ്പിളിലുള്ള മധുരം നമ്മുടെ കറിയിൽ നന്നായിട്ട് ഇറങ്ങുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വേകണം. വെന്തതിന് ശേഷം നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് വരുന്നുണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ട് ഉടച്ചെടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ വേറൊരു പാനിലേക്ക് മാറ്റി. കാരണം നമ്മുടെ അരപ്പെല്ലാം ഒഴിക്കണോ. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് തൈര് നിങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെ കട്ടിയുള്ള തൈരാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. എനിക്കിപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെയുള്ള തൈരാണ് കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുത്തതാണ്. അതുപോലെ ഒട്ടും കട്ടിയില്ലാതെ വേണം നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇപ്പോൾ നന്നായിട്ട് എല്ലാ കട്ടകളൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, പൈനാപ്പിൾ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സിയുടെ ജാറിൽ ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതിയാകും. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ഇനി ഇത് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും നമ്മുടെ അരപ്പ് പിടിക്കണം. അതുപോലെ നമ്മുടെ ഈ പച്ചമുളകിൻ്റെ എരിയും എല്ലാം നമ്മുടെ അരപ്പിലൊന്ന് പിടിക്കണം. അതുപോലെ ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലൊരു മണമാണ് ഇതിൻ്റെ എല്ലാം കൂടെ. നമ്മുടെ ഈ തേങ്ങയുടെയും അതുപോലെ നമ്മൾ അരച്ചില്ല ഉള്ളിയുടെയും ജീരകത്തിൻ്റെയൊക്കെ ഒരു മണമാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കടുക് കൂടെ ചേർത്തിട്ടാണല്ലോ അരച്ചത്. അപ്പോൾ ഒരു പ്രത്യേക ഒരു മണവും രുചിയൊക്കെയാണ്. തേങ്ങ അരച്ചില്ല അതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറണം. അതുവരെ ഒന്ന് തിളക്കട്ടെ. ഇതിപ്പോൾ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളച്ചു. ഈ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഇട്ടിട്ട് ചെയ്യരുത്, തൈര് ഇതായി പോകും. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ചൂട് നിന്നിട്ട് നമ്മുടെ ഈ തൈര് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അതല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ആയിക്കഴിഞ്ഞാൽ ഇതൊരു ഉടഞ്ഞു പോകും, അറിയത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ഫ്ലെയിമിൽ നിന്ന് നമ്മളൊന്ന് മാറ്റി വെച്ചതിന് ശേഷം വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. നമ്മുടെ തേങ്ങയും തൈരും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വന്നു. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. ഇനിയാണ് താളിക്കുന്നതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് താളിക്കാനുള്ള ഒരു പാൻ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് താളിക്കുന്നതിന് മുമ്പ് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. ആ സെർവിങ് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം വേണം താളിക്കാനായിട്ട്. അതാണ് നമുക്ക് കുറച്ചും കൂടെ എളുപ്പം. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ മിക്സ് ചെയ്യണ്ടേ. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ 2 സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിരിക്കുന്നത്. അപ്പോൾ 2 സ്പൂൺ എണ്ണ തന്നെ എടുക്കുക കേട്ടോ. കാരണം നമ്മുടെ ഉണക്ക മുന്തിരിയൊക്കെ ഇതിൽ കിടന്നൊന്ന് വേകേണ്ടതാണ്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽ മുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഉണക്ക മുന്തിരി അതൊന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. മുന്തിരി നന്നായിട്ടൊന്ന് സ്മൂത്ത് അതിൻ്റെ ഒരു മണവും ഒക്കെ ഇറങ്ങണം. ഇപ്പോൾ ഒരു നല്ലൊരു മണം വന്നിട്ടുണ്ട്.
അപ്പോൾ കണ്ടുവല്ലോ, ഇതാണ് നമ്മുടെ രുചികരമായിട്ടുള്ള പൈനാപ്പിൾ പച്ചടി. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. അതുപോലെ ഇതിൻ്റെ താളിക്കുന്നതിന് ഒരു പ്രത്യേക മണവും രുചിയൊക്കെയാണ്. അപ്പോൾ ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയർ ചെയ്യാനും മറക്കാതെ ബെല്ലൈക്കൻ അമർത്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് ഒക്കെ സമയത്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ മനോഹരമായ മറ്റൊരു വീഡിയോയുമായി കാണുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ് അമ്മൂസ് കിച്ചൻ UK.